ഹലോ ഗൈസ്, എല്ലാവർക്കും വലിയ സ്റ്റോക്കിലേക്ക് സ്വാഗതം. ബിറ്റ്കോയിൻ അങ്ങനെ $1,00,000 ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. എല്ലായിടത്തും ഇത് വലിയൊരു ന്യൂസ് ആയിരുന്നു. ഏകദേശം ഇപ്പോൾ എത്തി നിൽക്കുന്ന പ്രൈസ് 99,000 ആണ്. അതുപോലെ തന്നെ ഹൈ മേഡ് ചെയ്തിട്ടുള്ളത് $104,000 അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ഒറ്റ ക്യാൻഡിലിനെ പറ്റിയിട്ടായിരിക്കും. ഈ ഒരു ഒറ്റ ക്യാൻഡിൽ കാരണം എത്ര പേരുടെ അക്കൗണ്ട് ബ്ലോ അപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. അക്കൗണ്ട് ബ്ലോ അപ്പ് ചെയ്യുന്നതിന് സമമായിട്ടുള്ളൊരു വേർഡ് തന്നെയാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ലിക്വിഡേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും ക്രിപ്റ്റോയും ഫോറക്സ് മാർക്കറ്റിലുമാണ്. നമുക്ക് എവിടെ ലെവറേജ് കിട്ടുന്നോ അവിടെ ഒരു ലിക്വിഡേഷൻ പ്രൈസ് ഉണ്ടാവും. അപ്പോൾ ലിക്വിഡേഷൻ കൂടുതൽ എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് അക്കൗണ്ട് ബ്ലോ അപ്പിന് സമമാണെന്ന് പറഞ്ഞു. ഇന്നലെ മാത്രം നമ്മുടെ ബിറ്റ്കോയിനിൽ ഏകദേശം $816 മില്യൺ ലിക്വിഡേഷനാണ് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത്രയും ദിവസത്തിൽ ഏറ്റവും വലിയൊരു സ്പൈക്ക് വന്നിട്ടുള്ളത് ഇന്നലെയാണ്. അപ്പോൾ ബിറ്റ്കോയിൻ 1 lakh ക്രോസ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അക്കൗണ്ട് ബ്ലോ അപ്പ് ചെയ്തു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ബേസിലല്ല, ട്രേഡേഴ്സിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു മൈൽ സ്റ്റോൺ ദിവസം തന്നെയായിരുന്നു. 1 lakh ക്രോസ് ചെയ്തുകൊണ്ട് അവരുടെ പ്രോഫിറ്റൊക്കെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടാവും. പക്ഷേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വളരെ മോശമായിട്ടുള്ള ദിവസമായിരുന്നു. ലിക്വിഡേഷൻസ് ഏറ്റവും ഹൈ ആണെങ്കിൽ അത്രയും അക്കൗണ്ട് ബ്ലോ അപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇതിനെല്ലാം കാരണം ഈ ഒരു ഒറ്റ ക്യാൻഡിലാണ്. നമുക്ക് ഇന്നലെ ആ ഒരു 1 lakh ക്രോസ് ചെയ്ത ടൈമിൽ തുടങ്ങിയുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഞാനിവിടെ ഗ്രീനിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് $1 lakh ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത ഉടനെ നമുക്കറിയാം ഇൻസ്റ്റഗ്രാമിലും ടെലഗ്രാമിലും ന്യൂസിലെല്ലാം ഇതൊരു വലിയ വിഷയമായിരുന്നു. അതായത് ബിറ്റ്കോയിൻ സർപ്പാസസ് 1 lakh എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മളെ റീറ്റെയിലേഴ്സിനെ ഇതിനകത്തേക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു സംഭവമായിരുന്നു. അതായത് മാർക്കറ്റിലേക്ക് എല്ലാവരും ബിറ്റ്കോയിനെ പറ്റി അറിയുന്നു, ഇത്രയും പ്രോഫിറ്റ് തരുന്ന ഒരു സംഭവം വേറെ ഇല്ല. അപ്പോൾ എല്ലാവരും വന്നിട്ട് കുറേ പേര് വന്ന് വീണ്ടും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, കുറേ പേര് ട്രേഡിങ് ചെയ്യുന്നു. ട്രേഡിങ്ങിൽ അപ്പോൾ നമുക്കറിയാം എല്ലാ പ്ലാറ്റ്ഫോംസും 100x 200x 300x ഒക്കെ നമുക്ക് ലെവറേജ് തരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ 1 lakh നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ലെവറേജ് അവർ തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ 1 lakh ഉണ്ടെങ്കിൽ അതൊരു 1 crore ആക്കി ചെയ്യാനുള്ള സംഭവം വരെ അവർ തരുന്നുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ലെവറേജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ റീറ്റെയിലേഴ്സിന് എപ്പോഴും പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ്. അപ്പോൾ ഇവരെല്ലാവരും വന്ന് ഈ ഒരു ക്യാൻഡിൽ, അതായത് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇവിടെ നിങ്ങൾ ഫോം ചെയ്തിട്ടുള്ളത്. എല്ലാവരും തന്നെ ഈ ഒരു ന്യൂസ് കേട്ട് വന്ന് ലെവറേജ് എടുത്തിട്ട് തന്നെ പൊസിഷൻസ് എടുത്തിട്ടുണ്ടാവും നമുക്കറിയാം. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു മാർക്കറ്റ് നോളജ് ഉള്ളവർക്ക് അറിയാം. അതായത് ഒരു ട്രേഡ് എടുത്ത് കഴിയുമ്പോൾ സ്വിംഗ് ലോയിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാർട്ട് നോക്കിയാൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ ഓക്കെ ഈ ഒരു ലെവൽ കുഴപ്പമില്ല, കുറച്ച് റിസ്ക് എടുത്തായാലും കുഴപ്പമില്ല, മുകളിലോട്ട് പോയി നമുക്ക് പ്രോഫിറ്റ് കിട്ടുമല്ലോ. അപ്പോൾ താഴെയുള്ള ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കും. അതിനുശേഷം ഇവിടെ ഒരു ലോ ഉണ്ട്, ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അതിനും കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവന്മാർ ഈ ഒരു ലെവലിൽ, അതായത് നമുക്ക് ഏകദേശം 90,000 ആണെന്ന് ആലോചിക്കുക. അതായത് 10% ഡൗൺ സൈഡ് ആണ്. ഒരിക്കലും 10% ഇത്രയും ബുള്ളിഷ് മാർക്കറ്റിൽ അടിക്കാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചവരുണ്ടാവും. എന്നിട്ട് ഈ ഒരു ടൈം നമുക്കിവിടെ കൂൾ ഓഫ് ടൈം കാണാൻ പറ്റും. അതായത് 1 lakh ക്രോസ് ചെയ്തു എല്ലാവരുടെയും മൈൻഡിലേക്ക് അല്ലെങ്കിൽ തന്നെ ഗ്ലോബലി എത്തിക്കാൻ വേണ്ടിയിട്ട് ടൈം എടുത്ത ആ ഒരു കൂൾ ഓഫ് ടൈമാണ് നമുക്ക് ഈ ചെറിയ ക്യാൻഡിൽസ് കാണുന്നത്. പിന്നെ ഏകദേശം ഇന്ത്യയിൽ രാത്രി ആയപ്പോഴാണ് നമുക്ക് ഈ ഒരു ഫോൾ സംഭവിക്കുന്നത്. കുറേ പേര് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും, കുറേ പേര് സ്റ്റോപ്പ് ലോസ് വയ്ക്കാതെ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അവരുടെ അക്കൗണ്ട് നോക്കുമ്പോൾ പ്രൈസ് ലിക്വിഡേറ്റ് ആയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അതായത് ഏകദേശം 104 നിന്ന് 14% താഴോട്ട് വന്നിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ താഴെ, അതായത് ഇവിടെ ബൈ ചെയ്തവരുടെ സെൽ ഓർഡേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ബിഗ് പ്ലേയേഴ്സിന് ചെറിയ എമൗണ്ടിൽ, അതായത് ചെറിയ പ്രൈസിൽ വാങ്ങാനായിരിക്കും ഇഷ്ടം. അവർ പ്രൈസിനെ പുഷ് ചെയ്തിട്ട് ഇവിടെയുള്ള സെൽ ഓർഡേഴ്സിൽ കൊണ്ടുപോയി ഇവരുടെ ബൈ ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് ഇവരിപ്പോൾ നല്ല പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അതായത് 90,000 നിന്ന് വീണ്ടും ഒരു 1 lakh എത്തിക്കാന്ന് വെച്ചാൽ വലിയ നല്ല സംഭവമുള്ളൂ. അതുകൊണ്ട് അവന്മാർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നോർമൽ റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്ത് ഓൾമോസ്റ്റ് ലോസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ലിക്വിഡേഷൻസ്. ആ ലിക്വിഡേഷൻ സ്പൈക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ആൾക്കാർ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഒരു എൻ്റർ ചെയ്യാനുള്ള റീസൺ, അതായത് ഈ ഒരു 1 lakh എന്ന് പറഞ്ഞ സൈക്കോളജിക്കൽ പോയിന്റ് ആണ്. 1 lakh എന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടണമെന്നുണ്ടെങ്കിൽ 99,000 ആയി കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോറി ഇടുമോ? ഇല്ല. ഒരു 1 lakh എന്ന് പറഞ്ഞത് ഒരു സൈക്കോളജിക്കൽ ലെവൽ. ആ ഒരു 1 lakh ഇട്ട് കഴിയുമ്പോൾ കാണുന്നവരുടെ മനസ്സിലൊരു ഇതുണ്ടാവും, ഓ ഇത് കുറേ നാൾ മുമ്പ് ഇത്ര ആയിരുന്നല്ലോ, ഇപ്പോൾ 1 lakh എത്തി, ഇനിയിപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്, അതിലേക്ക് കയറി നോക്കാം. അതായത് കുറേ പേര് ഇതിനെ ബേസ് ചെയ്ത് ഈ ഒരു 1 lakh കണ്ടിട്ട് ട്രേഡ് എടുത്തവരുണ്ടാവും. അവരെല്ലാവരും തന്നെ ഒറ്റയടിക്ക് ഔട്ടായി പോയിട്ടുണ്ട്. ആ ഒരു 12 hour ടൈമിൽ തന്നെ ഇവന്മാരെല്ലാ അക്കൗണ്ട് വൈപ്പ് ഔട്ടായി പോയിട്ടുണ്ട്. ഇതുവരെ ലിക്വിഡേഷൻ സംഭവിച്ചാൽ ഏറ്റവും ഹയസ്റ്റ് ലിക്വിഡേഷൻസ് ആണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്. അതും ഇത്ര ഒരു ബുൾ മാർക്കറ്റില്ല, അത് നിങ്ങൾ ചിന്തിക്കുക. ആക്ച്വലി ഈ ഒരു ഫോൾ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്തത് ഏകദേശം 86,000 നമുക്ക് ഏകദേശം 90,000 വരെയാണ് ഇത് വന്നിട്ടുണ്ടായുള്ളൂ. ഞാൻ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ രാത്രി കിടക്കുന്നതിന് മുൻപ്, അതായത് 6th December 11 PM ഈ ഒരു ഓർഡർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഒരു 50 ലോട്ട് ഞാൻ 86,000 ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു.
അതെനിക്ക് കിട്ടിയില്ല. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഏകദേശം 90,000 വരെ വന്നിട്ട് തിരിച്ചത് 1 ലാഖിലോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കറക്റ്റായിരുന്നു. ഞാൻ ഇതിനും താഴെയുള്ള ഒരു ലിക്വിഡിറ്റി ഗ്രാബാണ് പ്രതീക്ഷിച്ചത്, അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചത്. നമുക്ക് ഈ ഒരു ലോക്ക് താഴേക്ക് വെച്ചിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു 90,000 എക്സാക്ട്ലി കിട്ടിയേനെ. പക്ഷേ നമുക്കത് മിസ്സായി. ഓക്കെ, അപ്പോൾ ഇതുപോലെ ബിറ്റ് കോയിനിൽ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് എടുക്കുമ്പോൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. ഇൻവെസ്റ്റിങ്ങിനാണെങ്കിൽ ഓക്കെയാണ്, നിങ്ങളൊരു ഇത്ര എമൗണ്ട് നേരെ സ്പോട്ടിൽ ഇട്ടാൽ മതി, എന്നിട്ട് അത് ഗ്രോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ട്രേഡിങ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം ലെവറേജ് ഒഴിവാക്കുക. ലെവറേജ് ഒഴിവാക്കിയില്ലെങ്കിൽ ഇതുപോലുള്ള ഫോൾ വരുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് വൈപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക്